ഹായ് ഓൾ, പുതിയൊരു വീഡിയോ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കിയുള്ള കുറേ വീഡിയോസാണ് നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പലരും എന്നോട് പറയുകയുണ്ടായി, ഫസ്റ്റ് സെമസ്റ്ററിലെ പൈത്തൺ പേപ്പർ ഭയങ്കര ടഫാണ്, ധാരാളം കുട്ടികൾ ആ എക്സാമിന് ഫെയിലാവുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുമോ, അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ സിലബസ് എടുത്ത് നോക്കിയത്. സിലബസ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് ശരിക്കും ഒരു പൈത്തൺ പേപ്പർ അല്ല. പ്രോബ്ലം സോൾവിങ്, അൽഗോരിതമിക് തിങ്കിങ്, അൽഗോരിതം ഡിസൈൻ, കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്, ഇവയൊക്കെ ചേർന്ന ഒരു സബ്ജക്റ്റാണത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഞാൻ ടീമുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചു. ഓക്കെ, സമയക്കുറവുണ്ട്, എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിലെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് അടുത്ത കുറേ ദിവസങ്ങളായിട്ട് ഷൂട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും ഈ സബ്ജക്റ്റ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് പ്രയോജനപ്പെടും. മാത്രമല്ല, പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ കോഡിംഗ് അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ഇതൊക്കെ പഠിക്കുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സബ്ജക്റ്റ് എങ്ങനെയെങ്കിലും പഠിച്ചൊന്ന് പാസ്സാകുക എന്നുള്ളതല്ല, അണ്ടർസ്റ്റാൻഡ് ദിസ് സബ്ജക്റ്റ് ഡീപ്ലി ആൻഡ് സ്കോർ 100 ഔട്ട് ഓഫ് 100. അപ്പം പല അൽഗോരിതംസും പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണെന്നും അതിനെടുക്കേണ്ട സ്ട്രാറ്റജീസ് എന്താണെന്നും, ഫ്ലോ ചാർട്ട്സ് എന്താണ്, സൂഡോ കോഡ്, കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്, അൽഗോരിതം എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, ഈ വക കാര്യങ്ങളെല്ലാമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് പഠിക്കുന്ന വഴി തീർച്ചയായിട്ടും ഈ ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല, നിങ്ങളുടെ തുടർന്നുള്ള പഠനങ്ങളിലും തീർച്ചയായിട്ടും ഇത് സഹായിക്കും. ഓഫ് കോഴ്സ്, അതുകൂടാതെ പൈത്തൺ പ്രോഗ്രാമിങ്ങും വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ടാവും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യം ഈ സബ്ജക്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക, തുടർന്നുള്ള പഠനങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം. പൊതുവെ സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിൽ ഫെയിലാകുന്നതിൻ്റെ ഒരു കാരണം, എസ്പെഷ്യലി കുറച്ച് കോഡുകളൊക്കെ എഴുതിയിട്ട് അത് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് എക്സാമിന് പോയിട്ട് ഓർമ്മയിൽ നിന്നത് എഴുതുവാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ പ്രശ്നം വരുന്നത്, കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിനകത്തെ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. അത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു കണ്ടെക്സ്റ്റിൽ കുറേ എംപ്ലോയീസിൻ്റെ കാര്യം പറയുന്നു, എന്നിട്ട് ഹയസ്റ്റ് സാലറി വാങ്ങിക്കുന്ന എംപ്ലോയിയുടെ പേര് പറയാൻ പറയുമ്പോൾ കൺഫ്യൂഷനായി. അല്ലെന്നുണ്ടെങ്കിൽ കുറേ വേർഡ്സുകൾ തന്നിട്ട് അതിനകത്തെ ലോങ്സ്റ്റ് വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു, അപ്പോഴും കൺഫ്യൂഷനായി. ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന അൽഗോരിതം ഒന്ന് തന്നെയാണ്. അപ്പം പ്രോബ്ലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട രീതിയാണ് മാറേണ്ടത്. അതാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അൽഗോരിതമിക് തിങ്കിങ്? ഇറ്റ്സ് മെയിൻലി ബ്രേക്കിംഗ് എ പ്രോബ്ലം ഇൻ ടു സ്മോൾ ലോജിക്കൽ സ്റ്റെപ്സ്. സപ്പോസ് നമുക്കൊരു ടീ പ്രിപ്പയർ ചെയ്യണം. അപ്പം അതിനകത്ത് കുറേ സ്റ്റെപ്പുകളുണ്ട്.
ആദ്യം ബോയിലിംഗ് ദ വാട്ടർ, ആഡിങ് ദ ടീ പൗഡർ, ദെൻ ദ മിൽക്ക്, ദെൻ ആഡിങ് ദ ഷുഗർ. നല്ലോണം ബോയിൽ ചെയ്യുന്നു. അതിനുശേഷം ഫിൽട്ടർ ചെയ്യുന്നു, സെർവ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലത്തെ ചെറിയ ചെറിയ ലോജിക്കൽ സ്റ്റെപ്പുകളായിട്ട് മാറ്റുക. അതാണ് ശരിക്കും അൽഗോരിതമിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചിന്തിച്ചു നോക്കി, ഒരു വലിയ മലയുടെ താഴെ കൊണ്ട് നിങ്ങളെ നിർത്തിയിട്ട് നമുക്ക് ഈ മലയൊന്ന് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രോബ്ലമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. കാര്യം മുകളിലോട്ട് നോക്കുമ്പോഴേ പേടിച്ചു. പക്ഷേ ആ മലയെപ്പറ്റി നല്ലോണം അറിയാവുന്ന അല്ലെങ്കിൽ ഒരു ഗൈഡോ മറ്റോ നിങ്ങളോട് പറയുകയാണ്, അവിടെ നോക്കൂ, ഒരു 10 സ്റ്റെപ്സ് അവിടെ ഉണ്ട്. നിങ്ങൾ ആ സ്റ്റെപ്സിൽ കൂടെ കയറിയിട്ട് ഒരു പൊസിഷൻ ചെല്ലും, അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ഇനി അതിൻ്റെ പുറകിൽ കൂടെ കറങ്ങി പോവുകയാണെങ്കിൽ വീണ്ടും ഒരു 10-20 സ്റ്റെപ്സുകളുണ്ട്, അവിടെ ചെന്നിട്ട് വീണ്ടും റെസ്റ്റ് എടുക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ടോ മലയുടെ മുകളിലെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മലയുടെ മുകളിൽ കയറുക എന്ന് പറയുന്ന ആ വലിയ പ്രോബ്ലം നമുക്ക് കുറച്ച് നിസ്സാരമായിട്ട് തോന്നും. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഓൾസോ വെൻ യു ആർ സോൾവിങ് എ പ്രോബ്ലം. ബ്രെയിൻ ഡസൻറ്റ് ഹാവ് എനി ബ്രെയിൻ എന്ന് പറയുന്ന പോലെ കമ്പ്യൂട്ടേഴ്സ് ആർ സ്റ്റുപ്പിഡ്. എണീറ്റ് പോകരുതേ. കാരണം കമ്പ്യൂട്ടേഴ്സ് cannot think, it cannot guess, it just follows the instructions. ഇപ്പം നിങ്ങൾ ഒരാളോട് പറയും, നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാണ്, യു ഗെറ്റ് മീ എ ചെയർ. ഇറ്റ്സ് വെരി ഈസി. പക്ഷേ ഇതേ കാര്യം നിങ്ങൾ കമ്പ്യൂട്ടറിനോട് പറയുകയാണെങ്കിൽ ഏത് ചെയർ, എപ്പോഴ്, എങ്ങനെ കൊണ്ടുവരണം, ഇങ്ങനെയുള്ള 100 കൂട്ടം ചോദ്യങ്ങൾ വരും. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് വേണ്ട കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഒരു ഡെസ്റ്റിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ somehow it finds the shortest route നമുക്ക് അവിടോട്ട് ചെല്ലാനുള്ള. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള മൂവീസ് റെക്കമെൻഡ് ചെയ്യുന്നു. ഇപ്പം ആമസോണിൽ നമ്മൾ വാങ്ങിക്കാൻ സാധ്യതയുള്ള പ്രൊഡക്ട്സുകൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് ഒന്ന് മാത്രമാണ്, algorithm. And that's a key behind all this. ഇനി കോഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ കോഡിങ് ഈസ് നോട്ട് റൈറ്റിംഗ് പ്രോഗ്രാംസ്. മെനി പീപ്പിൾ തിങ്ക് ദാറ്റ് കോഡിങ് ഈസ് മേക്കിംഗ് ദ പ്രോഗ്രാം വർക്ക്. That's only the beginning. A good programmer writes a code which is correct, easy to read, easy to modify, easy to debug, and efficient. ഈ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യപ്പെടണം. നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എഴുതിയ കോഡ് പെർഫെക്റ്റ് ആണെന്നല്ല. ആ ഒരു പ്രോബ്ലത്തിന് പല രീതിയിലുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു റിക്വയർമെൻറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഹൗ ഫാസ്റ്റ് ഐ ക്യാൻ ഇൻകോർപ്പറേറ്റ് ദാറ്റ് ചേഞ്ച്, എനിക്ക് എത്ര ഫാസ്റ്റായിട്ട് അത് മോഡിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ എത്ര ഫാസ്റ്റായിട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെ ആ കോഡ് എത്രമാത്രം റീഡബിൾ ആണ്, എത്രമാത്രം എഫിഷ്യൻ്റ് ആണ്, എത്രമാത്രം സ്പേസ് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള പല ആസ്പെക്റ്റുകളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സ്റ്റുഡൻറ്റ് എ ഒരു 20 ലൈൻസ് ഓഫ് കോഡ് എഴുതി, സ്റ്റുഡൻറ്റ് ബി 15 ലൈൻസ് ഓഫ് കോഡ് എഴുതി, സ്റ്റുഡൻറ്റ് സി 10 ലൈൻസ് ഓഫ് കോഡ് എഴുതി. അപ്പം അതുകൊണ്ട് നമ്പർ ഓഫ് ലൈൻസ് കുറഞ്ഞ കോഡാണ് ബെസ്റ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, അത്തരത്തിലുള്ള കോഡാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്. ശരിക്കും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഉദാഹരണങ്ങൾ. ഒരു ATM ട്രാൻസാക്ഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ബുക്കിംഗ് ആകാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തു നിന്നൊരു ഫാസ്റ്റായിട്ടോ എഫിഷ്യൻ്റായിട്ടോ ഡേറ്റയെ ആക്സസ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഒരു AI ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാകാം. അങ്ങനെയുള്ള നിരവധി പ്രോബ്ലംസാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് സോൾവ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം ഒരു തുടക്കമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമുക്ക് തിയറി ഉണ്ട്, അൽഗോരിതംസ് ഉണ്ട്, ഫ്ലോ ചാർട്ട്സ് ഉണ്ട്, സ്യൂഡോ കോഡ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ഉണ്ട്, കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ഉണ്ട്. ഇതെല്ലാമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു നല്ല വിജയം നമുക്ക് കൈവരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ ഒരു എക്സ്പേർട്ട് ആകാൻ പറ്റും. താങ്ക് യു സോ മച്ച്. See you in the next video.